എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആനിക വചനങ്ങളോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നദീറ, കോട്ടയം. ഞാൻ ലൈല വണ്ടൂർ. പരിശുദ്ധ ഖുർആനിലെ 19-ാമത്തെ സൂറത്തുൽ മറിയമിലെ 26 മുതൽ 38 വചനങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫകുലി വശ്റബി വഖർരി ഐനാ فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും സന്തോഷത്താൽ കൺകുളിർക്കുകയും ചെയ്തു കൊള്ളുക. ഇനി നീ മനുഷ്യരിൽ വല്ലവരെയും കാണുകയാണെങ്കിൽ പരമകാരുണ്യനായ അള്ളാഹുവിന് വ്രതമനുഷ്ഠിക്കുവാൻ ഞാൻ നേർന്നിരിക്കുന്നു. ആകയാൽ ഞാൻ ഇന്ന് ഒരു മനുഷ്യനോട് സംസാരിക്കയില്ല തന്നെ എന്ന് നീ പറഞ്ഞേക്കുക. فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا. അനന്തരം അവനെ കുട്ടിയെ വഹിച്ച് എടുത്തുകൊണ്ട് അവൾ തന്റെ ജനങ്ങളുടെ അടുക്കൽ ചെന്നു. അവർ പറഞ്ഞു, ഹേ മറിയം, അത്യാശ്ചര്യകരമായ ഒരു കാര്യം നീ ചെയ്തിരിക്കുന്നു. يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا. ഹാറൂന്റെ സഹോദരി, നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല, നിന്റെ മാതാവ് ഒരു ദുർവൃത്തയും ആയിരുന്നില്ല. فأشارت إليه قالوا كيف نكلم من كان في المهد صبيا. അപ്പോൾ അവൾ അവന്റെ കുട്ടിയുടെ നേരെ ചൂണ്ടിക്കാട്ടി. അവർ പറഞ്ഞു, കേവലം ഒരു ശിശുവായിക്കൊണ്ട് തൊട്ടിലുള്ള ഒരുവനോട് ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക? قال إني عبد الله آتاني الكتاب وجعلني نبيا. കുട്ടി പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ അടിയാനാകുന്നു, എനിക്ക് അവൻ വേദഗ്രന്ഥം തന്നിരിക്കുന്നു, എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا. ഞാൻ എവിടെയായിരുന്നാലും എന്നെ അവൻ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലത്തെല്ലാം നമസ്കാരവും സക്കാത്തും അനുഷ്ഠിക്കുവാൻ അവൻ എന്നോട് ആജ്ഞാപിക്കുകയും ചെയ്തിരിക്കുന്നു. وبرا بوالدتي ولن يجعلني جبارا شقيا. എന്റെ മാതാവിന് നന്മ ചെയ്യുവാനും എന്നെ അവൻ ഒരു നിർഭാഗ്യവനായ ക്രൂരനാക്കിയിട്ടുമില്ല. والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. ഞാൻ ജനിച്ച ദിവസവും മരണപ്പെടുന്ന ദിവസവും ഞാൻ ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എനിക്ക് സമാധാനമുണ്ടായിരിക്കും. ذلك عيسى بن مريم قول الحق الذي فيه يمترون. അതാണ് മറിയമിന്റെ മകൻ ഈസ എന്ന് വെച്ചാൽ യാതൊന്നിൽ അവർ തർക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുവോ ആ വിഷയത്തിന്റെ സത്യവചനം. ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون. ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിന് ഉണ്ടാവുക തന്നെ. അവൻ അത്രേ പരിശുദ്ധൻ. അവൻ ഒരു കാര്യം തീരുമാനമാക്കിയാൽ ഉണ്ടാകുക എന്ന് മാത്രം അതിനോട് അവൻ പറയുന്നു, അപ്പോഴത് ഉണ്ടാകുന്നതാകുന്നു. وإن الله ربي وربكم فاعبدوه
هذا صراط مستقيم. ഈസ പ്രഖ്യാപിച്ചു, നിശ്ചയമായും അള്ളാഹു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്നു. ആകയാൽ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുവിൻ. ഇതത്രേ ചൊവ്വായ മാർഗം. فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم. എന്നിട്ട് അവരുടെ ഇടയിൽ നിന്ന് കക്ഷികൾ ഭിന്നിച്ചു. അതിനാൽ വമ്പിച്ച ഒരു ദിവസത്തെ കാഴ്ച നിമിത്തം അവശിച്ചവർക്ക് നാശം. أسمع بهم وأبشر يوم يأتوننا لكن الظالمون اليوم في ضلال مبين. നമ്മുടെ അടുക്കൽ അവർ വരുന്ന ദിവസം അവർക്ക് എന്തൊരു കേൾവിയും കാഴ്ചയുമായിരിക്കും. പക്ഷേ ഇന്നാകട്ടെ ആ അക്രമികൾ വ്യക്തമായ ദുർമാർഗത്തിലാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.